Now let's move on to the topic Android application components. The application components are essential building blocks of the Android application. ഒരു ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ്റെ ബിൽഡിംഗ് ബ്ലോക്സിനാണ് നമ്മൾ ആപ്ലിക്കേഷൻ കോമ്പണൻസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ദർ ആർ 4 മെയിൻ കോമ്പണൻസ്. ദേ ആർ ആക്ടിവിറ്റി, കണ്ടൻറ് പ്രൊവൈഡേഴ്സ്, സർവീസ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ്. Now let me explain each and every component. So I think you are familiar with these components as we have done the lab exercises. So the first component is the activity. Activity എന്താണെന്ന് എല്ലാവർക്കും അറിയാം. That is the UI portion or the GUI that interacts with the user അല്ലേ. അതായത് ഒരു ആപ്ലിക്കേഷൻ്റെ യൂസറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആ പോർഷനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലേ. ദാറ്റ് ഡിറ്റക്ട്സ് ദ UI ആൻഡ് ഇറ്റ് ഹാൻഡിൽസ് ദ യൂസർ ഇൻട്രാക്ഷൻ ടു ദ സ്മാർട്ട് ഫോൺ സ്ക്രീൻ. അപ്പോൾ നമ്മൾ യൂസറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ ആ പോർഷൻ GUI സ്ക്രീനിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു ആപ്ലിക്കേഷനിൽ ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ചാറ്റ് ആപ്ലിക്കേഷൻ വാട്സാപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന ഒരു വിൻഡോ ഉണ്ടാവും, അതൊരു ആക്ടിവിറ്റിയാണ്. അതേപോലെ ചാറ്റ് ഹിസ്റ്ററീസ് ഡിസ്പ്ലേ ചെയ്യുന്ന വേറെ വിൻഡോ ഉണ്ടാവും, ദാറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് അനദർ ആക്ടിവിറ്റി. അതേപോലെ ഈ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലോഞ്ച് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. അങ്ങനെ പല പല ആക്ടിവിറ്റീസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു കൊഹസീവ് ചാറ്റ് ആപ്ലിക്കേഷൻ ഫോം ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷനിൽ മോർ ദാൻ 1 ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ആ ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് ആക്ടിവിറ്റിയാണോ ഓപ്പൺ ആയി വരേണ്ടത് ആ ഒരു ആക്ടിവിറ്റീനെ നമ്മൾ പറയുന്നതാണ് ലോഞ്ചർ ആക്ടിവിറ്റി. ആൻഡ് അത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നമ്മൾ മാനിഫെസ്റ്റ് ഫയലിലാണെന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ ആ ഒരു യൂസർ ഇൻട്രാക്ഷൻ വരുന്ന പോർഷനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. So how it is implemented? The syntax is public class main activity extends activity. That is also we have already seen during our lab sessions. So it is clear, right? So next we'll move on to the second component, which is the content providers. Okay, എന്താണ് കണ്ടൻറ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്? ഒരു ആപ്ലിക്കേഷന് അതിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷൻസുമായിട്ട് ഷെയർ ചെയ്യുന്നതായിട്ടുള്ള കുറേ ഡേറ്റ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റേനെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഡേറ്റാ ബേസ് മാനേജ് ചെയ്യുക എന്നുള്ള പേർപ്പസാണ് ഈ കണ്ടൻറ് പ്രൊവൈഡേഴ്സ് എന്നുള്ളത്. ദേ ഹാൻഡിൽസ് ദ ഡേറ്റ ആൻഡ് ഡേറ്റാ ബേസ് മാനേജ്മെൻറ്റ് ഇഷ്യൂസ്. ഓക്കെ, സോ ദ കണ്ടൻറ് പ്രൊവൈഡേഴ്സ് വിൽ ബി സപ്ലൈയിങ് ഡേറ്റ ഫ്രം വൺ ആപ്ലിക്കേഷൻ ടു ദ അതേഴ്സ് ഓൺ റിക്വസ്റ്റ്. ആൻഡ് കണ്ടൻറ് പ്രൊവൈഡേഴ്സിന് ഓഫ് കോഴ്സ് they will be capable of reading and writing the data of an application, whether it is private or shared across applications. Okay, so the implementation of content provider is as follows. Like an application can query or modify the stored data using content providers, and the syntax is public class my content provider extends content provider. So this is the way we use the content providers that helps an application to query or modify the stored data. Okay, so content providers എന്നുള്ള കോമ്പണൻ്റ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡേറ്റ മാനേജ് ചെയ്യുകയും അതിൻ്റെ ഇഷ്യൂസ് മാനേജ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കോമ്പണൻറ്റ് ഈസ് സർവീസസ്. സർവീസസ് ഈസ് എ മെയിൻ കോമ്പണൻറ്റ് that handles the background processing associated with an application. ഒരു ആപ്ലിക്കേഷനിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ട് ടാസ്കും ഹാൻഡിൽ ചെയ്യുന്ന കോമ്പണൻ്റ് ആണ് സർവീസസ്. അപ്പോൾ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ്. അത് ഒരിക്കലും യൂസറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവില്ല. യൂസറുമായിട്ട് വേറെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് റൺ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് വേറൊരു ആപ്ലിക്കേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു സർവീസുമായിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, സോ ഹൗ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ്? ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ആസ് എ സബ് ക്ലാസ് ഓഫ് ദ സർവീസ് ക്ലാസ്. സിൻടാക്സ് ഇസ് പബ്ലിക് ക്ലാസ് മൈ സർവീസ് എക്സ്റ്റെൻഡ്സ് സർവീസ്. സോ വിൽ ബി എക്സ്റ്റെൻഡിങ് the service class. Okay, and next is the final component of Android application, it is the broadcast receivers.
വാട്ട് യു മീൻ ബൈ എ ബ്രോഡ്കാസ്റ്റ് റിസീവർ? നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് ഒക്കെ സെൻഡ് ചെയ്യുന്നവരാണ് അല്ലേ? അപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് നമ്മൾ മെസ്സേജൊക്കെ സെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് എന്നുള്ള കോമ്പണൻ്റാണ് ഈ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മറ്റ് ആപ്ലിക്കേഷൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദേ ഹാൻഡിൽ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് അതർ ആപ്ലിക്കേഷൻസ് അല്ലേ? So the broadcast receiver responds to the broadcast announcements by an application. അപ്പോൾ ഈ ബ്രോഡ്കാസ്റ്റ് റിസീവറാണ് ഇങ്ങനത്തെ ബ്രോഡ്കാസ്റ്റ് അനൗൺസ്മെൻറ്റ്സിന് റെസ്പോണ്ട് ചെയ്യുന്നതും അതനുസരിച്ച് ആക്ഷൻസ് എടുക്കുന്നതും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബാറ്ററി മോണിറ്ററിങ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ബാറ്ററി ലോ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബ്രോഡ്കാസ്റ്റ് ആസ് എ മെസ്സേജ് battery low. So based on that the other things will be adjusted, like screen display must be dimmed and music player might reduce the volume or something like that. അപ്പോൾ അതനുസരിച്ച് ആ ഒരു മെസ്സേജിനനുസരിച്ച് ഇത് റെസ്പോണ്ട് ചെയ്യും. സോ അങ്ങനെ ആ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നതാണ് ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് എന്നുള്ള കോമ്പണൻറ്റ്. അതായത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതർ ആപ്ലിക്കേഷൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കോമ്പണൻ്റാണ് ബ്രോഡ്കാസ്റ്റ് റിസീവർ. It is implemented as a subclass of broadcast receiver class and each message is broadcasted as an intent object. ഓക്കെ, ഇൻറ്റൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെസ്സേജസ് പാസ് ചെയ്യുക. അതും നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീസിൽ ചെയ്തിട്ടുള്ളതാണ്. എക്സ്പെരിമെൻറ്റ്സിൽ ഇൻറ്റൻസ് യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ബ്രോഡ്കാസ്റ്റ് റിസീവർ ക്ലാസ്സിൻ്റെ സബ് ക്ലാസ് ആയിട്ടാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് റിസീവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ആൻഡ് it is implemented as using a intent object. Please see the syntax. Okay, so these are the major Android application components.